ഹലോ, വെൽക്കം ബാക്ക് ടു മൈ രാമേശ്വരം ധനുഷ്കോടി വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ധനുഷ്കോടിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ധനുഷ്കോടി ലൈവായി കിട്ടുന്ന ഫിഷ് തന്നെയല്ലേ. അപ്പോൾ അത് കഴിക്കണമെന്ന് ഞങ്ങൾ പോകുമ്പോൾ തന്നെ പ്ലാൻ ചെയ്ത ഒരു കാര്യമായിട്ടോ. ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ നമ്മളൊരു ഓട്ടോ ചേട്ടൻ്റെ ചോദിച്ചു ഇവിടെ എവിടെയാണ് നല്ല ഫ്രഷ് മീൻ കിട്ടുക. അപ്പോൾ ആൾ പറഞ്ഞു എല്ലാ കടയിലും നല്ല ഫ്രഷ് മീൻ തന്നെയാണ് കിട്ടുക, എല്ലാവരും നല്ല ഫ്രഷ് മീൻ തന്നെയാണ് കിട്ടുക, പക്ഷെ ഞാൻ കഴിക്കുന്നൊരു കടയുണ്ട്, നിങ്ങളെ ഞാൻ അവിടെ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ധനുഷ്കോടിയിൽ നിന്നാണ് കേട്ടോ തിരിച്ചു വരുന്നത്. ഞങ്ങൾ സത്യത്തിൽ വിചാരിച്ചിരുന്നത് ഇവിടുന്ന് പോകുമ്പോൾ ധനുഷ്കോടിയിൽ നിന്ന് കഴിക്കാമെന്നായിരുന്നു. പക്ഷെ ശരിക്കും നമുക്ക് ആ എൻഡിലെത്തിയപ്പോൾ അവിടെ ഹോട്ടൽസ് ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അവിടെ ഈ മാങ്ങ, പൈനാപ്പിൾ, തണ്ണിമത്തൻ അങ്ങനെയുള്ള സംഭവങ്ങൾ, വളമാല അങ്ങനത്തെയൊക്കെ, പിന്നെ ശംഖ് അതൊക്കെയായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ മഞ്ഞൻ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ കടയിലാട്ടോ നമ്മളെ ഇറക്കി വിട്ടത് ആൾ. അപ്പോൾ ഞങ്ങളുടെ അവരുടെ പറഞ്ഞു, ചേച്ചിയുടെ പറഞ്ഞു നമ്മുടെ ആൾക്കാരാണ്, നല്ല കട ചോദിച്ചു വന്നപ്പോൾ ഞാൻ ഈ കട കാണിച്ചു കൊടുത്താന്ന് പറഞ്ഞു കേട്ടോ. തമിഴിലാണ് അവർ പറയുന്നത്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയുകയാണേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഏതൊക്കെ ഫിഷ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് കുറേ ഫിഷുകളൊക്കെ കാണിച്ചു തന്നു. ഇത് അവരുടെ മസാലയുടെ പാത്രം കേട്ടോ. ആ ഉള്ളത് ചെമ്മീൻ, കൂന്തൾ, ഇത് പിന്നെ അവരിങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനുകളാണ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കാണിച്ചു. ഇതാണ് ചേച്ചി കേട്ടോ, നമ്മുടെ ചേച്ചി ഞങ്ങൾക്ക് എല്ലാ മീനുകളും കാണിച്ചു തന്നു, നല്ല മസാലകൾ കാണിച്ചു തന്നു. അവരുടെ ഫ്രിഡ്ജിൽ ഒരുപാട് മീനുകൾ കേട്ടോ, എല്ലാം രാവിലെ പിടിച്ചതെന്ന് പറഞ്ഞു. ഇത് അവർ പൊരിച്ച് വെച്ച മീനിനെ വീണ്ടും അവരൊന്നും കൂടെ ഫ്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് ഭക്ഷണത്തിൻ്റെ കൂടെ അവർ കൊടുക്കുന്നതാണ്, ഇൻക്ലൂഡഡ് ആണ് കേട്ടത്. ഒരു ചോറും ഒരു മീനും എന്തോ ഒരു ഉരുളക്കിഴങ്ങ തോന്നുന്നു, അതൊരു തോരൻ, പിന്നെ അച്ചാറ്, രസം, മോര്, മീൻകറിയിൽ നല്ലൊരു പീസ് മീൻ കേട്ടോ. ഇതാണ് അവിടെ തരുന്നത്. ഇനി 120 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മൾ സെപ്പറേറ്റ് മീൻ വാങ്ങിച്ചാലും ഇല്ല എന്നുണ്ടെങ്കിലും ഇതിന് അതന്നെയാണ് കേട്ടോ വില വരുന്നത്. 120 രൂപ തന്നെയാണ്. ആ മീൻ എന്തായാലും നമുക്ക് അത് തന്നിരിക്കും, അത് കുറയ്ക്കില്ല അവർ. അപ്പോൾ ഞങ്ങളിവിടെ സെലക്ട് ചെയ്തത് പരുത്തി വെലമീൻ, ആ വലുതാട്ടോ പരുത്തി വെലമീൻ എന്ന് പറയുന്നത്. പിന്നെ ചെറുതിൻ്റെ പേര് വെലമീൻ എന്നാണ്. അങ്ങനെ ഞങ്ങൾ 2 ഫിഷാണ് ഇവിടെ സെലക്ട് ചെയ്തത്. പിന്നെ അതിൽ ഐക്കോറ ഉണ്ടായിരുന്നു, ആവോലി ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് പേരറിയാത്ത പലതരം മീനുകൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചൂരമീൻ ഉണ്ടായിരുന്നു, പക്ഷെ ചൂരയ്ക്ക് അവർ പറയുന്ന പേര് വേറെ എന്തോ ആണ്. അപ്പോൾ അതൊന്നും ഞങ്ങൾ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ 2 മീൻ അവർ സെലക്ട് ചെയ്ത് വെച്ചു. ഇതാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്ത മീൻ. ഈ വലുത് പരുത്തി വെലമീനും ചെറുത് വെലമീനും ആട്ടോ, രണ്ടും വേറെ വേറെയാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ കട വരുന്നത്, മന്നൻ ഹോട്ടൽ. നല്ല ഫാമിലി ആട്ടോ ഇവർ. ഇവിടെ പിന്നെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇവർ ഹസ്ബൻഡും വൈഫും പിന്നെ അവളുടെ ചേച്ചിയുടെ മകനും കൂടെയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് എല്ലാം സെർവ് ചെയ്യുന്നതും വെക്കുന്നതും എല്ലാം ചെയ്യുന്നത്. രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും, 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫുഡൊക്കെ ആവുമെന്നാണ് അവർ പറയുന്നത്. മീൻ നമ്മൾ പറഞ്ഞ് അപ്പം തന്നെ അവർ ബാക്കിൽ കൊണ്ടുപോയി അത് ക്ലീൻ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കി, ചോറുണ്ട്, രസമുണ്ട്, മീൻകറി തുറന്ന് നോക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷെ അവിടെ വേറെ ഉണ്ട് കേട്ടോ. ഇതാണ് ഉരുളക്കിഴങ്ങ് തോരനാണെന്ന് തോന്നുന്നത്, ഉരുളക്കിഴങ്ങ് തോരൻ. പിന്നെ നല്ല മാങ്ങച്ചാറുണ്ടായിരുന്നു. ഇങ്ങനെയാട്ടോ ഒരു ചോറ് വെക്കുന്നത്, അടുപ്പിലാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ എന്തോ ഒരു രസം തോന്നി. അങ്ങനെ ഞാൻ അതുകൂടെ എടുത്തു. നമ്മുടെ ചേട്ടൻ ഇവിടെ ഇരുന്ന് മീനൊക്കെ നല്ല ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. സുനാമി വന്ന സ്ഥലമാണത് എന്നൊക്കെ പറഞ്ഞ ആൾ കുറേ ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞു തന്നു. ഇവരുടെ ഇതിനോട് ബാക്കിൽ തന്നെ ബീച്ചാന്ന് പറഞ്ഞു തന്നു. കുറച്ച് നേരം വേണമെങ്കിൽ പോയി കളിച്ചോളാൻ പറഞ്ഞു കേട്ടോ ഞങ്ങളോട്. പക്ഷെ ഞങ്ങൾ പോയില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. നമ്മുടെ അവിടുത്തെ പോലെയൊന്നുമല്ല, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ചൂടാട്ടോ അവിടെ. പക്ഷെ നല്ല കാറ്റുണ്ട്, നല്ല രസമുള്ള കാറ്റുണ്ട്, എന്നാലും കൂടെ ഭയങ്കര ചൂടായിരുന്നു. ആ ബീച്ചിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് അതും ഭയങ്കര വെള്ളവും ഭയങ്കര ചൂട്. എന്നാലും നമ്മൾ ഇറങ്ങാതിരുന്നൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ഇറങ്ങുക തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു ഫിഷൊക്കെ അവർ നന്നായി ക്ലീൻ ചെയ്തു, നല്ല അവർ ക്ലീൻ ചെയ്തു. മോൻ്റെ കാലിൽ കുറച്ച് മണ്ണായിട്ടോ. അപ്പോൾ അവർ കാലിൽ വെള്ളം ഒഴിച്ച് ആ ചേട്ടൻ അത് കഴുകി കൊടുക്കുകയായിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ ചേട്ടൻ അത് കല്ലിലത്തെ മണ്ണൊക്കെ കഴുകി കൊടുക്കുക. അത് ശരിക്കും ചെളിയല്ല, ഈ കടപ്പുറമല്ലേ, അവിടെയുള്ളൊരു മണലാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കാല് കഴുകി 2 മിനിറ്റ് ആകുമ്പോഴേക്കും വീണ്ടും അതുപോലെയൊക്കെ തന്നെ ആയിട്ടോ. അങ്ങനെ മീനൊക്കെ നന്നായി ക്ലീൻ ചെയ്തു. അപ്പോൾ തല എടുക്കണമെന്ന് ചോദിച്ചു, മീൻ കട്ട് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു മീൻ കട്ട് ചെയ്യേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ മതിയെന്ന്. പിന്നെ ആൾ പിന്നെ തലേന്ന് എടുത്തില്ല, അത് നല്ല അങ്ങനെ വരയൊക്കെ ഇട്ട്. പിന്നെ നമ്മുടെ ചേച്ചി മസാലയൊക്കെ ഇട്ടു. മസാല എന്ന് പറയും പ്രത്യേകിച്ച് ഒന്നും ഇട്ടില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതൊക്കെ തന്നെയാണ് ഇട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിന് പ്രകാരം അവർ കുറച്ച് കറിവേപ്പില കൂടെ അതിൽ ആഡ് ചെയ്തു കേട്ടോ.
അല്ലാതെ നമ്മൾ ചേർക്കുന്ന പോലെ ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, കുരുമുളക് ഒന്നും ചേർത്തില്ല. പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായിട്ട് അതിൽ മസാല പിടിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മസാല പിടിക്കണമെങ്കിൽ നാരങ്ങ പിഴിയണം. എന്തൊക്കെയാ ഇതൊന്നും ഇല്ലാതെ കേട്ടോ ചേച്ചി ഇതേ മസാല അവിടെ പിടിത്തേക്കുന്നത്. ഇതേ നോക്കൂ, ചേച്ചിക്ക് ക്യാമറയിലേക്ക് നോക്കാൻ നല്ല ചമ്മനി, ചേച്ചി നോക്കുന്ന തന്നെ ഇല്ല. പിന്നെ ഓപ്പോസിറ്റും ഇവിടെ ഒരു 40ഓളം ഹോട്ടലുകളുണ്ട്. ആ ഹോട്ടലുകളിൽ അവർക്ക് ശരിക്കും ഭയങ്കര കോമ്പറ്റീഷൻ ഒരു ഫീൽഡാണെന്ന് പറയാം നമുക്ക്. ഓരോ ആൾക്കാരിങ്ങനെ കാറിൽ പോകുമ്പോഴും ഇവർ വിളിക്കും, അവർ വിളിക്കും, ഇവർ വിളിക്കും, അങ്ങനെ ഭയങ്കര ഇത്. നമ്മൾ തന്നെ ഒരു അപ്പുറത്തുള്ളവരൊക്കെ വിളിച്ചു, പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല, നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇതാട്ടോ അവർ തേക്കുന്ന മസാല. അപ്പോൾ ചേച്ചി നല്ല അതിൽ മസാലയൊക്കെ മീനിൻ്റെ ഓരോ സൈഡിലേക്കും ഒക്കെ ആയിട്ട് തേക്കുന്നുണ്ട്. എന്തായാലും നല്ല രീതിക്ക് തന്നെ ചേച്ചി മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്ത് തന്നു. മീൻ ഫ്രൈ ആവാൻ കുറച്ച് സമയമെടുത്തു. നമ്മുടെ ഫുഡ് കഴിക്കൽ ഏകദേശം പകുതിയോളം കഴിഞ്ഞിട്ടാണ് നമുക്ക് വലിയ മീൻ കിട്ടിയത് കേട്ടോ. വലിയ മീനിൻ്റെ പേരുള്ള പരുത്തി വെല മീൻ, അത് നമുക്ക് കിട്ടിയത് കുറച്ച് സമയമെടുത്തിട്ടാണ്. എന്നാലും നല്ല രീതിക്ക് ഞങ്ങൾ ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് ഫുഡിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ കോംപ്ലിമെൻ്ററി മീനുണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഉള്ളവங்க നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. എന്നിട്ട് അവസാനം മീനൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാതെയായി. പിന്നെ ഞങ്ങൾ രാത്രിക്ക് പാർസൽ ചെയ്ത് വാങ്ങിച്ചു. മീൻ കളയാൻ പറ്റില്ലല്ലോ. പിന്നെ രാത്രി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ഇഡ്ഡലിയുടെ കൂടെ അങ്ങോട്ട് കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു നിച്ചു മീന്? ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഇഷ്ടപ്പെട്ടു? നിച്ചു നന്നായി കഴിച്ചാ? അതെ, അവൾക്ക് മീൻ ഇഷ്ടമായതുകൊണ്ട് അവളെന്തായാലും മുഴുവൻ കഴിച്ചു. അതൊക്കെ നല്ലതായിരുന്നു, കാരണം മീനിൽ വലിയ മുള്ളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല കഴിക്കാനും നല്ല സിമ്പിളായിരുന്നു. അപ്പോൾ അവൾ നന്നായി കഴിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ ചട്ടി എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. വലിയൊരു ദോശച്ചട്ടി, ജമ്മിലിങ്ങനെ തീയൊക്കെ കത്തിച്ച് ആ മീനിങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ ഭയങ്കര സൗണ്ട്, ഷൂന്ന് ഭയങ്കര സൗണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ മീനുകളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്ത് എന്താ പറയുക, ക്ഷമയുടെ നെല്ലിപ്പടി കയറി നിൽക്കുകയായിരുന്നു. വിശപ്പും ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ സ്കൂളിൽ പോയില്ല, സ്കൂളിൽ ലീവാക്കി എന്നൊക്കെയാട്ടോ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളിങ്ങനെ മുഖമൊക്കെ മറച്ച് പിടിക്കുകയാണ്. അങ്ങനെ ഫ്രഷ് എണ്ണ തന്നെയാണ് കേട്ടോ അവർ ഒഴിച്ചത്. ഫ്രഷ് എണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ ആ മീനിന് ചട്ടകം കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ എണ്ണയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ആ ഫിഷിൻ്റെ മേലെ കൂടെയൊക്കെ ഇട്ട് അങ്ങനെ നല്ല രീതിക്ക് തന്നെയാണ് അവർ ഞങ്ങളെ സെർവ് ചെയ്തത്. ഞങ്ങൾ പോയതിന് ശേഷം അവിടെ വേറെയും 2 ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി കയറിയാൽ മാത്രമല്ല അടുത്ത ഫാമിലികൾ ഇങ്ങനെ കയറുന്നുള്ളൊരു മടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ തമിഴ് ഫാമിലി ആയിരുന്നു കേട്ടോ. നമ്മൾ മലയാളീസ് അവിടെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരുപാട് മലയാളീസിനെ കണ്ടു കേട്ടോ. ധനുഷ്കോടി കാണാൻ വേണ്ടി വന്നതിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എണ്ണയാട്ടോ ഇപ്പോൾ ഒഴിച്ചത്. ചേച്ചി ജഗ്ഗിലാണ് ഇങ്ങനെ എണ്ണ ആക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ മീൻ പൊരിക്കുമ്പോൾ അങ്ങനെ നല്ല മണം കേട്ടോ, നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല മണം. പിന്നെ അവിടെ പ്രോൺസ്, നമ്മുടെ കൂന്തൾ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല. പ്രോൺസ് ഞാൻ കഴിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. അത് ഒരു കുഞ്ഞ് പ്ലേറ്റ് 12 പീസ് ഉണ്ടാവും, അതിന് 200 rupees എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്തായാലും അത് നമ്മൾ വാങ്ങിച്ചില്ല. ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മുടെ വെലമീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി നമുക്ക് വെലമീൻ ഇപ്പോൾ കഴിക്കാൻ പറഞ്ഞു. ചേച്ചി അപ്പോഴേക്കും അത് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ. നമ്മുടെ പരുത്തി വെലമീൻ ഇവിടെ ആവട്ടെ വെലമീനായി. പരുത്തി വെലമീൻ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അത് കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മീൻ. ഇത് അയിലയല്ല, ഇത് വേറൊരു മീനാട്ടോ. അതിന് എന്തോ ഒരു പേര് പറഞ്ഞിരുന്നു, പക്ഷേ അതിലും മുള്ളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കറിയിലും ഒരു പീസ് മീനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മീനും ഇവിടെ വന്നു. 2 സൈഡും കുറച്ച് ഉള്ളിയും തന്നു, കുറച്ച് ഒരു കഷ്ണം നാരങ്ങയും തന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഇതിങ്ങനെ പിഴിഞ്ഞ് നല്ല ടേസ്റ്റി കഴിക്കുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീനൊക്കെ അങ്ങനെ നല്ല ദശയുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.